എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഔഷധങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കൽ. ഇത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നതല്ല. ഔഷധങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കൽ. എന്തൊക്കെയാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നത്? ജനോപകാരപ്രദമായ OP സേവനങ്ങൾ ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ. ഇവയൊക്കെ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ജനോപകാരപ്രദമായ OP സേവനങ്ങൾ ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ എന്നിവ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള പദ്ധതി ഏത്? സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് പ്രത്യാശ. അടുത്തത്, ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ലൈംഗികാതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ആശ്വാസനിധി. ഏതാനും പകർച്ചവ്യാധി രോഗങ്ങൾ ചുവടെ നൽകുന്നു. വൈറസ് മൂലമുള്ള രോഗങ്ങൾ ഏവ? ഏതാനും പകർച്ചവ്യാധി രോഗങ്ങൾ ചുവടെ നൽകുന്നു. അതിൽ വൈറസ് മൂലമുള്ള രോഗങ്ങൾ ഏവ? ഇതിലേതാണ് വൈറസ് മൂലമുള്ളത്? ജലദോഷമാണ്. 4 മാത്രം എന്നതാണ് ആൻസർ. കോളറ ബാക്ടീരിയ മൂലമാണ്, ടെറ്റനസ് ബാക്ടീരിയ മൂലമാണ്, ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമാണ്. ജലദോഷമാണ് വൈറസ് മൂലമുള്ള രോഗം. ഏത് രോഗം തിരിച്ചറിയാനായി നടത്തുന്നതാണ് സ്പാറ്റുല ടെസ്റ്റ്? ഏത് രോഗം തിരിച്ചറിയാനായി നടത്തുന്നതാണ് സ്പാറ്റുല ടെസ്റ്റ്? സ്പാറ്റുല ടെസ്റ്റ് ടെറ്റനസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. സ്പാറ്റുല ടെറ്റനസ്. ചുവടെ പറയുന്നവയിൽ ശരീരത്തിലെ ലസിക വ്യവസ്ഥയെ ബാധിക്കുന്ന പകർച്ചവ്യാധി ഏത്? ചുവടെ പറയുന്നവയിൽ ശരീരത്തിലെ ലസിക വ്യവസ്ഥയെ ബാധിക്കുന്ന പകർച്ചവ്യാധി ഏതാണ്? മന്തുരോഗമാണ്. മന്തുരോഗം. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നും പ്രമേഹം അറിയപ്പെടുന്നു. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നും പ്രമേഹം അറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം പ്രമേഹത്തിന് കാരണമാകുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം പ്രമേഹത്തിന് കാരണമാകുന്നു. പ്രമേഹത്തിനെതിരെയുള്ള ബോധവൽക്കരണ ചിഹ്നമാണ് നീലവളയം. പ്രമേഹത്തിനെതിരെയുള്ള ബോധവൽക്കരണ ചിഹ്നമാണ് നീലവളയം. വിവിധ രോഗങ്ങൾ, ദിനാചരണങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത്. പ്രമേഹ ദിനം നവംബർ 14 ശരിയാണ്. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 ശരിയാണ്. എയ്ഡ്സ് ദിനം ഡിസംബർ 10 ആണോ? അല്ല, ഡിസംബർ 1 ആണ് അല്ലേ? ഇത് തെറ്റാണ്. പ്രമേഹ ദിനം നവംബർ 14, ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. 1, 2, 3 ശരിയെന്നാണ് ശരിയായ ആൻസർ. 1, 2, 3 ശരി. ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണ് COPD? ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണ് COPD? COPD ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട രോഗാവസ്ഥയാണ്. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണ് COPD. ചുവടെ പറയുന്നവയിൽ വൈറ്റമിൻ അപര്യാപ്തത രോഗങ്ങൾ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ വൈറ്റമിൻ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഗോയിറ്റർ ആണോ? അല്ല. റിക്കറ്റ്സ് വൈറ്റമിൻ അപര്യാപ്തത രോഗമാണ്. ബെർബറി ആണ്. നിശാന്തതയും വൈറ്റമിൻ അപര്യാപ്തത രോഗമാണ്. റിക്കറ്റ്സ്, ബെർബറി, നിശാന്തത 2, 3, 4. 2, 3, 4 മാത്രം. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.